ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. അനവരതമനേകം തീവ്രദുഃഖങ്ങളായോരനധികമായി കത്തിനീറുന്നു ചിത്തം. കനിവൊലിരവല്ലും കൺമുനത്തെല്ലുകൊണ്ടാടിയനെ ഒഴിയേണം മെല്ലെ മല്ലായതാക്ഷൻ. അരയിലരഞ്ഞാടും കോണവും മാത്രമേന്തി തിരുമുടിയിലൊരൊറ്റ പീലി ഭംഗിക്കു കുത്തി അടിയിലൊരെണ്ണം മട്ടു കൊഞ്ചും ചിലമ്പോടടിയരും ഭഗവാനെ കാണുമാറായിടേണം. തിരുവടികൾ വിളച്ചും മന്ദഹാസം പൊഴിച്ചും പുരികളയുളച്ചും കൺമുനത്തെല്ലയച്ചും ഗിരികളെ അലിയിച്ചും വേണുവായിച്ചിടും ശ്രീ ഗുരുഭവനപുരേശൻ മുന്നിലായി മിന്നിടേണം. ചെറിയൊരു ചിരി തൂകിച്ചോടിവായി പല്ലവത്താൽ മുരളി മധുരമാകും വണ്ണ ഉച്ചത്തിലൂതി മരണസമയമായാൽ മാരുതാകാരനാഥൻ മരതകമണിവർണ്ണൻ മുന്നിൽ മിന്നീടവേണം. നെറുകയിൽ നിറമേറും പീലി തൂനെറ്റിയിന്മേൽ കുറുനിരകുറി ചുണ്ടിൽ പുഞ്ചിരിക്കൊഞ്ച ഭംഗി തിരുമിഴിയുടെ കോണിൽ പൂർണ്ണകാരുണ്യവായ്പിൻ കരുപുറവിവയെല്ലാം കണ്ണ ഞാനെന്നു കാണും. അജമഹിഷ സമേതം കാട്ടിൽ നിന്നന്തി നേരം നിജരൂപമവേഷം പൂണ്ടെഴുന്നള്ളിടുമ്പോൾ സജല ജലനതുല്യ ശ്യാമനെ ചെന്നെനിക്കൻ ഭുജറയിലെടുക്കാൻ ഭാഗ്യമെന്നായിരിക്കാം. അരമണികൾ കിഴിഞ്ഞും വേർപ്പുവെള്ളം പൊടിഞ്ഞും കുറുനിരകളഴിഞ്ഞും ചന്ദനച്ചാർത്തുമാഞ്ഞും ചിരിയൊഴുകലിക്കും കൊച്ചു കണ്ണന്റെ കോലം പിറവിയിലതൊരിക്കൽ കാണുവാൻ ഭാഗ്യമുണ്ടോ. ഇരുളുകളിലൊളിച്ചും കൊണ്ടു നീ വാഴിടൊല്ലേ കരുണയുടെ നികത്തേക്കോടി വന്നിടവേണേ.
പുരികുഴൽ കുറിയെല്ലാം മിന്നിടും നിൻമുഖം ഞാനൊരു കുറി മുകരട്ടെ കണ്ണുകൊണ്ടെന്റെ കണ്ണ. കിണികിണി നിനദം പൊൻകിങ്ങിണിക്കോപ്പു തൂകിക്കിടുകിടുരമനം ശ്രീ വേണുനാഥും മുഴക്കി തളവാടൽ കിലുക്കി ബാലഗോപാലകൃഷ്ണൻ പളപള വിലശീടും മെയ്യുമായി വന്നിടുന്നു. കുറുനിരവികലത്താൽ നെറ്റിയെല്ലാം മറഞ്ഞും കുളിതിരിയൊഴിയാൽ ചെഞ്ചുണ്ടു രണ്ടും നനഞ്ഞും കുലുകുലികമലോക സ്നേഹമായി പാലുലഞ്ഞും കുഴവിളിയോടുകൂടി കേശവൻ വന്നണഞ്ഞു. പുരികളയുലച്ചും പുഞ്ചിരിപ്പൂനിലാവാലിരുളുകൾ തെളിയിച്ചും പുണ്യവേണുസ്വരത്താൽ ശിലകളെ അലിയിച്ചും പാദസംസ്പർശനത്താൽ ഉലകിനു കുളിർച്ചേർത്തും ലാലസിക്കുന്നു കൃഷ്ണൻ. തൊടുകുറികൾ തിരണ്ടും വേണുരന്ധ്രം മുരണ്ടും പൊടിചളികൾ പുരണ്ടും പിഞ്ചകേശം ചുരുണ്ടും അടിയിൽ അജനുരുണ്ടും കൺമുനത്തെല്ലിരുണ്ടും വടിയൊഴുമൊരു കോലം ഹന്ത മിന്നുന്നു മുന്നിൽ. നഗരമണികൾ തൂവും തൂനിലാവിൽ കുളിച്ചൻ ശിഖകൾ കുതിരുമാല ശ്രീപദം ചൂടിടുമ്പോൾ നിഖില ഹൃദയതാപം തീർന്നു പൂർണാർത്ഥനായി ഞാൻ സുഖജലനിധി വീചീടോളയിൽ കേളിയാടും. അടവിയിൽ അകലേക്കായി നോക്കിടുമ്പോൾ മരത്തിനിടയിലെല്ലാം മിന്നി വേഗത്തിൽ മങ്ങി കടലട കണക്കെ കേളിയാടുന്നതായി പണ്ടിടയ യുവതി ലോകം കണ്ട കാന്തിക്കു കൂപ്പം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭവഭയമപഹന്തും ജ്ഞാനവിജ്ഞാനസാരം നിഗമകൃതുപജഹ്രേ ഭൃംഗവദ്വേദസാരം. അമൃതമുദധിതശ്ചാപായയൽ ഭൃത്യവർഗാൻ പുരുഷമൃഷഭമാദ്യം കൃഷ്ണസംജ്ഞം നതോസ്മി. കൃഷ്ണസംജ്ഞം നതോസ്മി. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷര പൂജ. അതിൽ ഇന്ന് 976 ദിവസം. ദ്വാദശസ്കന്ധത്തിൽ ദ്വാദശസ്കന്ധസാരമായിരിക്കുന്ന 12 അധ്യായത്തിൽ 8 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിച്ച് തുടങ്ങുന്നത്. ആദ്യമുള്ള 7 ശ്ലോകങ്ങളിലൂടെ പ്രഥമസ്കന്ധത്തെക്കുറിച്ചും ദ്വിതീയസ്കന്ധത്തെക്കുറിച്ചും ഒന്ന് അനുസ്മരിച്ച സൂതപൗരാണികൻ. അതിനു മുന്നോടിയായി ഭാഗവതം വേദത്തിൻ്റെ ജ്ഞാനകാണ്ഡത്തെയും ഉപാസനാകാണ്ഡത്തെയും കർമ്മകാണ്ഡത്തെയും ഒരേപോലെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചിട്ടുള്ള വേദസാരമാണ് എന്ന് ഉറപ്പിച്ചു. ഏതൊരു കാര്യവും ആരംഭിക്കുന്നതിന് മുമ്പ് ഗുരുവായൂരപ്പനെയും ഗുരുനാഥന്മാരെയും സ്മരിക്കുക, അതും അവിടെ ഉണ്ടായി. ഇവിടെ 8 ശ്ലോകത്തിൽ വിതുരോദ്ധവ സംവാദ രൂപത്തിലുള്ള തൃതീയ സ്കന്ധത്തിൻ്റെ ആദ്യത്തെയും പിന്നീട്
തൃതീയ സ്കന്ധത്തിൽ വിതുര മൈത്രേയ സംവാദ രൂപത്തിലുള്ള സംഭാഷണത്തെയും ഒക്കെ പറയുകയാണ്. അപ്പോൾ വിതുരോദ്ധവ സംവാദ ക്ഷത്രുമൈത്രേയോസ്തത പുരാണ സംഹിതാ പ്രശ്നോ മഹാപുരുഷ സംസ്ഥിതി. വിതുരർക്കും ഉദ്ധവർക്കും തമ്മിലുണ്ടായ സംഭാഷണം, അതിനുശേഷം വിതുര മൈത്രേയ സംവാദം. അതിൽ വിതുരൻ മൈത്രേയ മുനിയോട് പുരാണ സംഹിതയെക്കുറിച്ചും പ്രളയത്തിൽ മഹാപുരുഷനായ ഭഗവാന്റെ ആ നിർവികാരമായ തൂഷ്ണീഭാവത്തെക്കുറിച്ചും ചെയ്തതായിട്ടുള്ള ചോദ്യം. ഇപ്പോൾ തൃതീയ സ്കന്ധത്തിൻ്റെ ആദ്യത്തിൽ നമുക്കൊന്ന് അനുസ്മരിക്കുകയാണെങ്കിൽ, ഒന്ന് ഓർത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, വിതുരമഹാശയനെ, ഭക്തോത്തമനായ വിതുരനെ, കൗരവപക്ഷത്ത് നിന്ന വിതുരനെ, കൗരവർക്ക് ഗുണകരമായ രീതിയിൽ വേണ്ട ഉപദേശങ്ങൾ കൊടുത്തപ്പോൾ പാണ്ഡവരെ വേണ്ട പോലെ സംരക്ഷിക്കുകയാണ് വേണ്ടത്, അവർക്ക് അർഹതപ്പെട്ട പാതിരാജ്യം കൊടുക്കുകയാണ് വേണ്ടത് എന്ന് ധൃതരാഷ്ട്രരെ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ വേണ്ടതായിട്ടുള്ള തത്വജ്ഞാനത്തെ പകരുന്ന സന്ദർഭത്തിൽ അവിടേക്ക് കടന്നു വന്ന ദുര്യോധനൻ തൻ്റെ ചെറിയച്ഛനായ ധർമ്മദേവന്റെ അവതാരമായിരിക്കുന്ന ഉത്തമനായ ഭക്തനായ സാക്ഷാൽ വിതുരനെ പിടിച്ചു പുറത്താക്കാനാണ് തുനിഞ്ഞത്. ആ രംഗം നമുക്ക് ഓർമ്മ വരണം. വിതുരോദ്ധവ സംവാദം എന്ന് പറയുമ്പോൾ വിതുരൻ എന്തുകൊണ്ടാണ് അവിടുന്ന് ഇറങ്ങിപ്പോയത്, എവിടെ വെച്ചാണ് ഉദ്ധവനെ കണ്ടത്, ആ ഓർമ്മ നമുക്കുണ്ടാവണം. ചെറിയ ചെറിയ വാക്കുകളിലൂടെ മുമ്പ് കേട്ടതിനെക്കുറിച്ച് ഓർമ്മിക്കുക. അതിനുള്ള സമയവും സൗകര്യവും ഭഗവാൻ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ വിതുരമഹാശയൻ അവിടുന്ന് ഇറങ്ങിപ്പോയി എന്നും പിന്നീട് അനേകം പുണ്യക്ഷേത്രങ്ങളും പുണ്യ സ്നാനഘട്ടങ്ങളിലുമൊക്കെ പോയി ഭഗവത് ദർശനവും അതേപോലെ പുണ്യം നിറഞ്ഞ വെള്ളത്തിലെ സ്നാനവുമൊക്കെ ചെയ്ത് പരിശുദ്ധനായി, കൂടുതൽ കൂടുതൽ പരിശുദ്ധനായി മാറിയ വിതുരമഹാശയൻ തത്രോദ്ധവം ഭാഗവതം ദദർശ എന്ന് പറയുന്നു. ഭാഗവതനായിരിക്കുന്ന ഉദ്ധവനെ കണ്ടു. എവിടെ വെച്ച്? എത്ര ലീലാഹരേരഭുൽ, ഭഗവാന്റെ ലീലകൾ ആടിയ അതിമനോഹരമായ യമുനാ പുളിനത്തിൽ വെച്ചാണ് കണ്ടത്. അവർ തമ്മിലുള്ള സംഭാഷണം, വിതുരോദ്ധവ സംവാദ, അവർ തമ്മിലുള്ള സംഭാഷണം എന്തായിരുന്നു? അവർ തമ്മിലുള്ള സംഭാഷണം ഭഗവാനെ കുറിച്ചു മാത്രം. കൽത്തുറുങ്കിനകത്തമ്മ കണികണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയാൽ കാൽപാദം വിണ്ടനാൾ വരെ കണ്ണൻ കമലപത്രാക്ഷൻ. അല്ലേ? താമരപ്പൂവിൻ്റെ ഇതളിന് തുല്യമായ കണ്ണുകളോടുകൂടിയ ആ ഭഗവാൻ കണ്ണൻ ആടിയ ലീലകളെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. കണ്ടപ്പോൾ തന്നെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രണ്ടുപേരുടെയും. ആലിംഗനം ചെയ്തു പരസ്പരം. കുറച്ചു നേരം ഒന്നും മിണ്ടാൻ സാധിച്ചില്ല. കയ്യിലുള്ള ഭഗവാന്റെ സുവർണ പാദുകങ്ങളെ വീണ്ടും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു ഉദ്ധവൻ. അതൊക്കെ കണ്ടപ്പോൾ ധർമ്മ പ്രചാരകനും ധർമ്മത്തിൻ്റെ ആ അവതാരസ്വരൂപനുമായിരിക്കുന്ന വിതുരർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ധർമ്മ സംസ്ഥാപനാർത്ഥായ അവതരിച്ച ആ ഭഗവാന്റെ സ്വധാമഗമനത്തെക്കുറിച്ച് ഏകദേശം മനസ്സിലായി. എങ്കിലും ചോദിച്ചു ഭഗവാനെക്കുറിച്ച്, ഭഗവാന്റെ മക്കളെക്കുറിച്ച്, 16,108 പത്നിമാരെക്കുറിച്ച്, വസുദേവരെക്കുറിച്ച്, ദേവകിയെക്കുറിച്ച്, യാദവന്മാരെക്കുറിച്ച്. ഈ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഉദ്ധവൻ ഭഗവാന്റെ സ്വധാമഗമനത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. ഭഗവാൻ നൽകിയ അനുഗ്രഹം, അനപായിനിയായ ഭക്തി വേണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത് പൂർണ്ണമായി നൽകിയെങ്കിലും ഭഗവാനെ വിട്ടുപോകുന്നതിൻ്റെ ഒരു വേദന, ഭഗവത് ലീലകളെ ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്മരണയിൽ നിന്നുണ്ടാകുന്ന ഒരു വേദന, ഒരു വിരഹവേദന, അത് ഉദ്ധവനെ അപ്പോഴും വിട്ടുപോയിട്ടില്ല. അതുകൊണ്ടാണ് ഉദ്ധവൻ കുറച്ചു നേരം മിണ്ടാതെ അനങ്ങാതെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നത്. മഹാശയം വിചാരിച്ചു എങ്കിൽ സമയമാകുമ്പോൾ പറയട്ടെ എന്ന് വിചാരിച്ച് തൊഴുകൈകളുമായി ഭഗവാന്റെ തന്നെ ഉത്സവമൂർത്തിയായിരിക്കുന്ന ഉദ്ധവന്റെ വാക്കുകൾ കേൾക്കാൻ കാത്തിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചുപോയി.
സത്യത്തിൽ ഈ യാദവന്മാരുടെ കാര്യം വലിയ അത്ഭുതമാണ്. അവർ ഇത്ര കണ്ട് സൗഭാഗ്യങ്ങളുള്ളവരാണെങ്കിലും ആ സൗഭാഗ്യത്തെ ആസ്വദിക്കാനോ അനുഭവിക്കാനോ അവർക്ക് സാധിച്ചില്ല. ഭഗവാന്റെ മായയിൽ പെട്ടുപോയി. അവർ പരസ്പരം തല്ലുകൂടി നശിച്ചു. വാരുണിം മധുരാം പീത്വ, മധുരയാകുന്ന ആ മദ്യമാകുന്ന വാരുണീ മദ്യം അത് സ്വീകരിച്ച് പരസ്പരം ബോധമില്ലാതെ തല്ലുകൂടി രാമനും കൃഷ്ണനും നേരെ വരെ ആയുധം പ്രയോഗിച്ചു അവര് എന്നുള്ളതാണ് അവിടെ ഓർമ്മിപ്പിച്ചത്. എന്നിട്ട് ഭഗവാന്റെ കഥകളെക്കുറിച്ച് പറഞ്ഞ് ഏറ്റവും ഒടുവിൽ തനിക്ക് ഭഗവാൻ നൽകിയ ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞു. ആ ഉപദേശത്തിൽ ദ്വാരകയിൽ വെച്ച് നൽകിയ ഏകാദശം, അതിനുശേഷം നൽകിയ ഭാഗവതോപദേശം, അത് ഒരു പേരാലിൻ്റെ ചുവട്ടിൽ ഭഗവാൻ ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാനുള്ള വലിയ ഭാഗ്യം ദ്വാരകയിൽ വെച്ച് മാത്രമല്ല, ആ ആൽമര ചുവട്ടിൽ വെച്ചും ഭഗവാനിൽ നിന്ന് വേണ്ട തരത്തിലുള്ള അനുഗ്രഹം ഉപദേശം സ്വീകരിക്കാനുണ്ടായ മഹാഭാഗ്യം, അതൊക്കെ ഉദ്ധവൻ അവിടെ ഈ വിതുരമഹാശയനുമായിട്ടുള്ള സംസാരത്തിൽ പരസ്പരം പങ്കുവച്ചു. അപ്പോഴാണ് വിതുരമഹാശയന് ഒരു തോന്നലുണ്ടായത്, അത് തനിക്കും ആസ്വദിക്കണമെന്ന്. അപ്പോൾ തനിക്കും അത് പറഞ്ഞു തരണേ എന്ന് പറയുമ്പോഴാണ് ഉദ്ധവൻ പറയുന്നത്, അത് പറഞ്ഞു തരാനായി ഭഗവാൻ തന്നെ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മിത്രാമുനിയുടെ പുത്രനായിരിക്കുന്ന മൈത്രേയ മഹർഷി അന്ന് യദൃച്ഛയാ അവിടേക്ക് എത്തിച്ചേർന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് എത്തിച്ചേർന്നു. സത്യത്തിൽ നമ്മൾ യാദൃശ്ചികമായി എന്ന് പറയാറുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ അത് യാദൃശ്ചികമാവുന്നുള്ളൂ. മറിച്ച് യാദവ കുലധീരനായിരിക്കുന്ന ഭഗവാന്റെ സങ്കല്പമാണ്, ഭഗവാന്റെ തീരുമാനമാണ്. അപ്പോൾ അവിടെ മൈത്രേയൻ വന്നു. ആ മൈത്രേയ മഹർഷിക്കും ഭഗവാൻ ഉപദേശം കൊടുത്തു. ആ ഉപദേശം അങ്ങയ്ക്ക് വിതുരമഹാശയന് ഉപദേശിക്കണമെന്ന് മൈത്രേയ മഹർഷിയെ ഭഗവാൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്ധവന്റെ ഈ വാക്ക് കേട്ടപ്പോൾ അവിടുന്ന് മൈത്രേയ മഹർഷിയെ കാണാൻ ഹരിക്ഷേത്രത്തിലേക്ക്, ഹരിദ്വാറിലേക്ക് യാത്രയാവുകയാണ് വിതുരമഹാശി. ഉദ്ധവനോ ഭഗവാന്റെ ഉപദേശപ്രകാരം ഗച്ഛോദ്ധവ ബദര്യാഖ്യം മമാശ്രമം, എൻ്റെ ആശ്രമം ബദരിയിലേക്ക് പൊക്കോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബദരിയിലേക്കാണ് ഉദ്ധവൻ പോയത്. അതേപോലെ തന്നെ ഈ വിതുരമഹാശയൻ മൈത്രേയ മഹർഷിയെ കാണാനായി ഹരിദ്വാറിലേക്കും യാത്രയായി. അതാണ് ക്ഷത്രിമൈത്രേയോസ്തത. വിതുരോദ്ധവ സംവാദത്തിനു ശേഷം മൈത്രേയ മഹർഷിയുമായി വിതുരമഹാശയൻ നടത്തിയ സംവാദം. അവിടെ എന്താ? പുരാണ സംഹിത പ്രശ്നോ മഹാപുരുഷ സംസ്ഥിതി. പ്രശ്നം, അവിടെ ചോദ്യം ഉണ്ടായി വിതുരനിൽ നിന്ന്. ആ ചോദ്യം എന്തായിരുന്നു? പുരാണ സംഹിതയെക്കുറിച്ച്, മഹാപുരുഷനായ ഭഗവാന്റെ തൂഷ്ണീഭാവത്തെക്കുറിച്ച്. ഇത് രണ്ടുമാണ് ചോദിച്ചത്. ആ ചോദ്യം എങ്ങനെയുണ്ടായത്? സുഖായ കർമാണി കരോതി ലോക, അതാണ് ചോദ്യം. ഈ സുഖത്തിനു വേണ്ടി ലോകത്തിലുള്ള ആളുകൾ മുഴുവൻ കർമ്മം ചെയ്യുന്നുണ്ട്, എന്നാൽ അവർക്ക് സുഖം ലഭിക്കുന്നില്ല. ആഹാരാദി ചതുഷ്ടയങ്ങളുടെ, ആഹാരം, നീഹാരം, നിദ്ര, മൈഥുനം എന്നീ 4 കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ജീവിതം നശിപ്പിക്കുകയാണല്ലോ ഗുരുനാഥ. അപ്പം അതുകൊണ്ട് ആ സുഖകരമായ നിത്യാനന്ദമായിരിക്കുന്ന ഭാഗവതത്തെ എനിക്ക് ഉപദേശിച്ചു തരണേ. പുരാണ സംഹിതയെക്കുറിച്ചും മഹാപുരുഷനായ ഭഗവാന്റെ നിർവികാരമായ നിസ്വാർത്ഥമായ ആ സ്ഥിതിയെക്കുറിച്ചും ചോദിച്ചു. തതപ്രാകൃതിക സർഗ സപ്തവൈകൃതികാശ്ചയേ തതോ ബ്രഹ്മാണ്ഡ സംഭൂതിർ വൈരാജപുരുഷോ യഥാ. പിന്നീട് പ്രകൃതിസ്വരൂപമായ സത്വാദി ഗുണങ്ങളുടെ, സത്വരജസ്തമോ ഗുണങ്ങളുടെ അന്യോന്യ സമ്മേളനം കൊണ്ട് ഉണ്ടായ സൃഷ്ടി, സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടി,
7 മഹദാദി തത്വങ്ങളെയും വികാരങ്ങളെയും അതിൽ നിന്ന് ബ്രഹ്മാണ്ടം സംഭവിച്ചതിനെയും അതിൽ നിന്ന് ആ ബ്രഹ്മാണ്ടത്തിൽ നിന്ന് വിരാട് പുരുഷൻ അവതരിച്ചതിനെയും കുറിച്ചുള്ള വിതുരന്റെ ചോദ്യം മൈത്രേയ മഹർഷിയുടെ ഉത്തരം. തത പ്രാകൃതിക സർഗ സപ്തവൈകൃതികാശ്ചയേ തതോ ബ്രഹ്മാണ്ഡ സംഭൂതിർ വൈരാജ പുരുഷോ യത. അപ്പോ ഇത്തരത്തിൽ വിതുരമഹാശയന്റെ ചോദ്യം, മൈത്രേയ മഹർഷിയുടെ ഉത്തരം. അവിടെ പറയുന്നു, കാലസ്യ സ്ഥൂല സൂക്ഷ്മസ്യ ഗതി പത്മസമുദ്ഭവ ഭുവ ഉദ്ധരണേംബോധേർ ഹിരണ്യാക്ഷവധോ യഥാ. ഭാഗവതം ആദ്യം പറയുന്ന ഭഗവാന്റെ അവതാരം ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കാനായിട്ടുള്ള ഭഗവാന്റെ ദിവ്യമായ വരാഹാവതാരമാണ്. അപ്പം ഈ വരി കേൾക്കുമ്പോൾ ആ വരാഹലീല നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നാണ്. എന്തായിരുന്നു അവിടെ? സ്ഥൂല സൂക്ഷ്മ സ്വരൂപമായ കാലത്തിൻ്റെ സ്വരൂപകഥനം ചെയ്തു. ബ്രഹ്മാണ്ടാത്മകമായ താമരയുടെ ഉൽപ്പത്തി, ആ സമുദ്രത്തിൽ നിന്ന് ഭൂമിയുടെ ഉദ്ധാരണം, അതേ തുടർന്നുണ്ടായ ഹിരണ്യാക്ഷവധം. മനു ശതരൂപയെ വിവാഹം ചെയ്തതിനു ശേഷം അവർക്ക് താമസിക്കാനുള്ള, ഇപ്പോൾ ബ്രഹ്മാവ് വളരെ ഗംഭീരമായിട്ടുള്ള സൃഷ്ടിയൊക്കെ നടത്തി. സൃഷ്ടിവർദ്ധനവിന് വേണ്ടിയിട്ടാണ് തൻ്റെ ശരീരത്തെ 2 പകുത്ത് ഒരു പാതിയിൽ നിന്നൊരു പുരുഷനും മറുപാതിയിൽ നിന്നൊരു സ്ത്രീയും ഉണ്ടായത്. പുരുഷന് മനു എന്നും സ്ത്രീക്ക് ശതരൂപ എന്നും പേര്. അവർക്ക് താമസിക്കാനായി നൽകിയ ഭൂമി വെള്ളത്തിനടിയിലാണ് എന്ന് കേട്ടിട്ടാണ് ബ്രഹ്മാവ് തൻ്റെ ആ ഈശ്വരീയ ഭാവത്തെ, തനിക്ക് ശക്തിയായി നിൽക്കുന്ന ആ ചൈതന്യത്തെ മനസ്സിൽ ധ്യാനിച്ചതും ആ ചൈതന്യം ബ്രഹ്മാവിൻ്റെ നാസാദ്വാരത്തിലൂടെ ഒരു പന്നിക്കുഞ്ഞിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് ചാടിയതും. അതാണ് വരാഹാവതാരം. നമ്മൾ കേട്ടതാണ് തൃതീയ സ്കന്ധത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ആ വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചു. അതേ തുടർന്ന് ഭുവ ഉദ്ധരണേംബോധേർ, വരാഹമായിട്ട് അവതരിച്ച് ഭൂമിയെ ഉദ്ധരിച്ചു. അതേ തുടർന്ന് ഹിരണ്യാക്ഷവധോ യഥ, ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചതായിട്ടുള്ള രംഗവും. അപ്പോൾ അത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. അപ്പോൾ ഈ 3 ശ്ലോകങ്ങളിലൂടെ നമ്മൾ ആ രംഗങ്ങളെ അനുസ്മരിക്കണം. തൃതീയ സ്കന്ധത്തിലെ 19ാമത്തെ അധ്യായം വരെ ആണ് ഈ 3 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു വെച്ചത്. 19 അധ്യായങ്ങൾ, അതിനെ 3 അധ്യായങ്ങളിലൂടെ പറഞ്ഞു. നമ്മളതൊന്ന് അനുസ്മരിച്ചു. ഇനി ഹിരണ്യാക്ഷവധം അത് എങ്ങനെയാണ് നടന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി അതൊക്കെ നമുക്ക് നാളെ, അപ്പോഴാണ് ഭഗവാൻ കപിലനായി അവതരിച്ചിട്ടുള്ള രംഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ഇപ്പോൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഞങ്ങൾ ആരതിയുണ്ടാവാ, ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം.
നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ.
വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.